ഷോ ഇതാണെങ്കിൽ നീങ്ങൊന്നുമില്ല. അതും പോയി. ഇതില് വർക്ക് ചെയ്യാൻ നല്ല റിസ്ക് ആട്ടോ. ഞാൻ എത്രയായി പറയണ ഒരു ലാപ്ടോപ്പ് വാങ്ങി തരണമെന്ന്. ഇന്ന് തന്നെ പോയിട്ട് ഒരെണ്ണം വാങ്ങണം. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഓഫീസിലെ ലാപ്ടോപ്പ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൽ തന്നെ വർക്ക് ചെയ്യാം. ഇത്രയും കാലം നീ അതല്ലേ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ തന്നെ മൊബൈലിൽ ചെയ്യുന്നേ. ഓഫീസിലെ ലാപ്ടോപ്പ് അങ്ങനെ എല്ലാ സ്റ്റാഫിനും കൊടുത്തു വിടുമൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ പേഴ്സണൽ ലാപ്ടോപ്സ് ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം തന്നതാ. 4-5 മാസം അതന്നെ ഉപയോഗിച്ചപ്പോ അവര് തിരിച്ചു വാങ്ങി. പിന്നെ വേറെന്തോ ചെയ്യാ, നാണക്കേടാ അതിന് കേട്ടാ. പിന്നെയും പിന്നെയും പോയിട്ട് തരുമോ തരുമെന്ന് ചോദിക്കണത്. ലാപ്ടോപ്പ് വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലൊരെണ്ണം കിട്ടണമെങ്കിൽ എന്തായാലും 19,000 രൂപ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോ EMI ഇട്ടാൽ തന്നെ മാസം ഒരു 9,000-10,000 രൂപ വെച്ച് കൊടുക്കേണ്ടേയും വരും. അതൊരു പ്രശ്നമാണ്. ഓ, നിങ്ങളുടെ ഈ പൈസ കൊടുക്കാനുള്ള ടെൻഷൻ കണ്ടാ വിചാരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ കൊടുക്കണമെന്ന്. 4 മാസം ഞാൻ ജോലി ചെയ്യുന്നില്ലേ ഉള്ളൂ. 1 രൂപ നിങ്ങൾ എനിക്ക് തന്നോ? പൈസ മുഴുവൻ വാങ്ങിയെടുത്തിട്ട് ലാപ്ടോപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്താ വേണ്ടത്? ഒരു ലാപ്ടോപ്പ് അല്ലേ, അത് വാങ്ങാം. എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ആ, അങ്ങനെയാണെങ്കിലേ ഇന്ന് വൈകുന്നേരം തന്നെ പോയി വാങ്ങണം. ഫോണിലൊന്നും ചെയ്യാൻ പറ്റുന്ന വർക്കൊന്നും അല്ല. ഇത് മൊത്തം ജാമായി കിടക്കുക. എടാ, ഫോൺ ജാം ആയിട്ടുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് റീബൂട്ട് ചെയ്ത പോരെ? അത്രയല്ലേ ഉള്ളൂ. പിന്നെ ലാപ്ടോപ്പ് വാങ്ങുമ്പോഴേ നമ്മൾ എടി പിടിയും ചെന്ന് വാങ്ങാൻ പാടില്ല. ഇപ്പൊ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓഫറും കിട്ടില്ല. ഇത് വേണമെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞും പോയി, ആ ഓഫറും കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ ഒരു 3-4 മാസം വെയിറ്റ് ചെയ്താലേ വിഷുവിന്റെ ഓഫർ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ വെറുതെ കൂടുതൽ നമ്മുടെ പൈസ കൊണ്ട് കളയേണ്ടി വരും. അതിനേക്കാളും നല്ലതല്ലേ ഒരു 3-4 മാസം വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരെണ്ണം വാങ്ങുന്നത്. എന്ത് 3-4 മാസം കഴിഞ്ഞിട്ടോ? നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല? എനിക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ലാപ്ടോപ്പ് ഇല്ലാണ്ടൊന്നും ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. ബാക്കി എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പ്, ഞാൻ മാത്രം ഫോണും. നാണക്കേട് എനിക്ക്. എന്ത് നാണക്കേട്? എടാ, നിന്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് വാങ്ങാണ്ടിരിക്കുന്നല്ലോ, പൈസ കയ്യിൽ വെച്ചിട്ടും ലാപ്ടോപ്പ് വാങ്ങാണ്ടിരിക്കുന്നല്ലേ. അപ്പൊ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വിചാരിച്ചോളും നീ വളരെ സിമ്പിളാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ സിമ്പിൾ ആകണ്ട. സിമ്പിൾ ആണെന്ന് വിചാരിക്കത്ര. പൈസ തരാനുള്ള മടിയല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വാങ്ങിക്കോളാം ലാപ്ടോപ്പ്. ഈ മാസം സാലറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇടാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ കയ്യിൽ തന്നെ വെച്ചോണം. നിന്റെ അക്കൗണ്ടിൽ ഇടാതെ? എടി, നിനക്ക് ഈ മാസം മാസം കിട്ടുന്ന സാലറി അത് നിന്റെ അച്ഛൻ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട് നിന്റെ അക്കൗണ്ടിൽ ഇടുന്നതല്ല. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങി തന്ന ജോലിയാ. അല്ലെങ്കിൽ കാണായിരുന്നു 5 പൈസ വരുമാനമില്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നിനക്ക് ജോലി കിട്ടിയത്. ഈ പേരും പറഞ്ഞിട്ടല്ലേ എല്ലാ മാസം ശമ്പളം നിങ്ങൾ വാങ്ങിയെടുക്കാറ്? നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടും. എനിക്കെന്താ ജോലി കണ്ടുപിടിക്കാനുള്ള കഴിവില്ല? ഒരു ജോലി കണ്ടുപിടിച്ചിരുന്ന ഒരാള് വന്നിരിക്കുന്നു.